കൂട്ടുകാരെ, നമുക്ക് ഇപ്പോൾ ഫയർമാൻ ഡ്രൈവറിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കം ഡ്രൈവറിൻ്റെ ചോദ്യ പേപ്പറിൻ ഉൾപ്പെടെയുള്ള പ്രൊവിഷണൽ ആൻസർ കീ PSC വന്നിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇത് PSC തന്നിട്ടുള്ള ആൻസർ കീ ആണേ, പ്രൊവിഷണൽ ആയിട്ടുള്ള ആൻസർ കീ. കൊളോണിയൽ ഭരണത്തിൻ്റെ കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ ഉത്തരം വരുന്നത് ബി ഓപ്ഷനാണ്. ഉത്തരം വരുന്നത് കേട്ടോ. ബി ഓപ്ഷനാണ് ഉത്തരം വരുന്നത്. 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവന. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ ശരിയായത് എന്നുള്ളതിനൊരു അടിവരയിട്ടിട്ട് വേണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തെറ്റിപ്പോവും കേട്ടോ. 1ഉം 3ഉമാണ് ശരി. അതായത് കണ്ണൂരിൽ അഞ്ചരിക്കണ്ടിയിൽ സുഗന്ധ വിളത്തോട്ടം ആരംഭിച്ചു. നമ്മൾ പഠിക്കാറുള്ളൊരു പോയിൻ്റ് തന്നെയാണ്. മൂന്നാമത്തെ പോയിൻ്റ്, മലപ്പുറം നിലമ്പൂരിൽ തേക്കും തോട്ടം നിർമ്മിച്ചു. ഇത് നമ്മൾ പഠിക്കാറുള്ളതാണ്. പക്ഷേ കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം എന്നീ നഗരസഭകൾ ആരംഭിച്ചു. ഈ ഒരു പോയിൻ്റ് അത്യാവശ്യം ആർക്കും അറിയത്തില്ലായിരിക്കും. സോ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് വലുതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയവർ ഉണ്ടായിരിക്കത്തില്ല. എഴുതിയവർ കൂടുതൽ പേരും തെറ്റിക്കാനാണ് സാധ്യത, കൂടുതൽ പേരും. ഓക്കെ, അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരം PSC കൊടുത്തേക്കുന്നത് ഓപ്ഷൻ എ ആണ് കൊടുത്തേക്കുന്നത്. 2ഉം 3ഉം ശരി. അതായത് 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. 865 മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. അപ്പോൾ രണ്ടും, തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജ് 65 ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 2ഉം 3ഉം ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ചെറിയൊരു ഐഡിയ വഴി കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ കോളേജിൻ്റെ വർഷങ്ങളൊന്നും ഇതുവരെ PSC ചോദിച്ചിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആ ഒരു കാര്യത്തിൽ നിന്നാണ്. തുടർന്നുള്ള പരീക്ഷകളൊക്കെ പഠിക്കുന്നവർ ആ ഒരു ഭാഗമൊക്കെ പഠിക്കുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ 1, 2 സത്യം പറഞ്ഞാൽ വലിയ ഒരു ആൻസറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങളല്ല. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ളതിൽ തെറ്റിയത് എന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റാണ് ചോദിച്ചേക്കുന്നത്, ശരിയല്ല ചോദിച്ചേക്കുന്നത്, തെറ്റാണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി. 1ഉം 3ഉം ശരി തെറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. കാരണം റിലീഫ് ഓഫ് ലക്നൗ, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആയിരുന്നു. ചിത്രം പ്രസിദ്ധീകരിച്ച് 1858 എന്നുള്ളതാണ് അവിടെ ഒരു മിസ്റ്റേക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതിൽ പഠിക്കേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ, ഗവർണർ ജനറലായിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. അത് ശരിയാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മൂന്നാമത്തെ ഉത്തരം സി ആണ് ഓപ്ഷൻ. അപ്പോൾ 1ഉം 3ഉം തെറ്റാണ്. അപ്പോൾ 2 ശരിയാണ് എന്നൊരു കാര്യം നിങ്ങൾ പഠിച്ചിരിക്കുക. ഒരുപാട് ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് വീണ്ടും വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം 4ൻ്റെ ഉത്തരം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോട്ടെ. താഴെ തന്നിട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കണം. അപ്പോൾ ശരിയായ വേണം നമ്മൾ ഇതിന് ഉത്തരത്തിൽ നിന്ന് പഠിക്കുന്നത്. 4ൽ എ ആണ് ഉത്തരം. എ, അതായത് 1ഉം 3ഉം ഉള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വന്നേക്കുന്നത്. അതായത് സൈമൺ കമ്മീഷൻ ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത്. ആദ്യത്തെ 2 വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 2 തെറ്റാണെന്ന് അറിയാം. അപ്പോൾ 2 വരാത്ത ഓപ്ഷൻ എടുക്കുമ്പോൾ 1, 3 വരത്തുള്ളൂ. അതിൽ നിന്ന് തന്നെ കിട്ടും. വട്ടമേശ സമ്മേളനങ്ങളുടെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്താവന ആരംഭിച്ചു. അത് ശരിയാണ്. ഓക്കെ, അടുത്ത 5, യുനിസെഫിൽ നിന്നൊരു ചോദ്യം വന്നിരിക്കുകയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചേക്കുന്നത്. ഡി ഓപ്ഷനാണ്. എല്ലാം ശരിയാണ് ഇവിടെ ഉത്തരം വന്നിരിക്കുന്നത്. യുനിസെഫിൻ്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസലാണ്. ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ. പിന്നെ സ്ത്രീകളിൽ നിക്ഷേപിക്കുക, അതുപോലെ പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 24ൻ്റെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം. ഇത്രയും. അത് എല്ലാവരും ശരിയാക്കണമെന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ഇത്, സത്യം പറഞ്ഞാൽ. ഓക്കെ, നെബുല സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഒരു ഒൺവേഡ് ക്വസ്റ്റ്യനാണ് വന്നത്. സി ഓപ്ഷനാണ് ഉത്തരം. ഇമ്മാനുവൽ കാൻറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 7ാമത്തെ പി, ഭൂകമ്പ തരംഗത്തിൻ്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ബി ഓപ്ഷനാണ്. 103 ഡിഗ്രി മുതൽ 142 ഡിഗ്രി. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന സമുദ്രജല പ്രവാഹം ഏതെന്നാണ് അടുത്ത ചോദ്യം. 8 സി ഓപ്ഷനാണ്.
കാലിഫോർണിയയാണ്. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏത്? കൃഷ്ണാനദിയെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ നമ്മൾ തന്നിട്ടുള്ളതാണ്. ബി ഓപ്ഷൻ, മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണ ഉത്ഭവിക്കുന്നത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏതാണ്? 10. ഉത്തരം സി ആണ്, ചന്ദ്രയാൻ 3 ആണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ പ്രധാന ലക്ഷ്യങ്ങൾ? വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാമാണ് വരുന്നത്. വളർച്ച, ആധുനികവൽക്കരണം, അതുപോലെ സ്വാശ്രയത്വം, സമത്വം, ഇവയെല്ലാം വരും. 12ാമത്തെ ചോദ്യം ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ തന്നിട്ടുള്ളവയിൽ യോജിച്ച പ്രസ്താവന ഏതെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതെല്ലാം തന്നെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷനെല്ലാം തെറ്റാണ്. പ്രാഥമിക മേഖലയിൽ 1, 2, 4 വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞേക്കുന്ന ഓപ്ഷനെല്ലാം തെറ്റെന്നാണ് PSC ആൻസർ കീ വന്നേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിട്ടുള്ളവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഉത്തരം വരുന്നത് ബി ഓപ്ഷനാണ്. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ഏകദേശം 60ൻ്റെ പകുതി മുതൽ 70ൻ്റെ പകുതി വരെ എന്നാണ് കൊടുത്തിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അതൊരു PSC ചോദിച്ചിട്ടുള്ളതാണ്. പുറംപണിക്കാരൻ എന്ന നവസാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഏത് നയത്തിൻ്റെ പരിണത ഫലമായിട്ടാണ് ഇത് വന്നത്? ഔട്ട്സോഴ്സിങ്. ഇതും ഞങ്ങളെടുത്ത ക്ലാസ്സുകളിലുള്ളതാണ്. ആഗോളവൽക്കരണമാണ് ഉത്തരം. ആഗോളവൽക്കരണം. സ്കൂൾ ടെസ്റ്റാണത്. 15. അന്ത്യോദയ അന്നയോജന വന്ന വർഷം ആണ് ചോദിച്ചത്. പഴയ ഒരു PYQ തന്നെയാണ്. ചിലപ്പോൾ അത് റെഫർ ചെയ്യാത്തവർക്ക് കിട്ടിക്കാണത്തില്ല. അത് ബി ഓപ്ഷനാണ്. 2000 ഡിസംബർ 25 ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. 16ാമത്തെ ചോദ്യം ഉത്തരം ബി ഓപ്ഷനാണ്. അതായത് 1 ഡി വരും. അതായത് ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു വരും. 2 എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേശകൻ നമുക്കറിയാം BN റാവു ആണ്. 3 ബി ആണ്. ആദ്യത്തെ ചെയർമാൻ സച്ചിദാനന്ദ സിൻഹയാണ്. 4 സി ആണ്. ഭരണഘടനാ സമിതിയുടെ സ്ഥിരം പ്രവിശ്യ ചെയർമാൻ ആരാണ്? വല്ലഭായ് പട്ടേൽ. 17 നമ്മുടെ ഭരണഘടനയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 17ൻ്റെ ഉത്തരം ബി ഓപ്ഷനാണ്. 1 ബി ആണ്. 1 ബി അതായത് കുടിൽ വ്യവസായം 43. 2 സി ഏകീകൃത സിവിൽ കോഡ് 44. 3 ഡി ഗോവധം 48. അന്താരാഷ്ട്ര സമാധാനം സുരക്ഷ 51. അത്യാവശ്യം എല്ലാവരും ശരിയാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 18 ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ അല്ലെങ്കിൽ പ്രസ്താവന ഏത്? 18ൻ്റെ ഉത്തരം വരുന്നത് എ ഓപ്ഷനാണ്. എല്ലാ പ്രസ്താവനയും തെറ്റാണ്. അതാണ് ഇതിൽ വന്നിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഈ പ്രസ്താവന വിശദീകരിച്ച് ഒരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ? 19 ഉത്തരം എ ആണ്. 4ാമത്തെ പ്രസ്താവന മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. 20ാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? 1ഉം 2ഉമാണ് ശരി. ഡി ഓപ്ഷൻ. അതായത് ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല. ഭരണഘടനയുടെ 108ാം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് ഇത് വിളിച്ചു കൂട്ടുന്നതെന്നുള്ളത് തെറ്റാണ്. 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ കൺകറൻറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വരുമെന്ന് പ്രതീക്ഷിച്ച ഏരിയ തന്നെയാണ്. സി ഓപ്ഷൻ. എ ബി ഡി ഇ എന്നിവയാണ് അതിൽ വരുന്നത്. വിവാഹമോചനം, ട്രസ്റ്റി, പിന്നെ ഡി കാർഡുകൾ, ഇ ആസൂത്രണമെല്ലാം കൺകറൻറ്റ് ലിസ്റ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് തന്നെ ആൻസർ വരാൻ പറ്റും. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ?
ധനകാര്യ കമ്മീഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾ ഉറപ്പിച്ച് തന്നെ പഠിക്കുക. 22 ഉത്തരം ഓപ്ഷൻ ബി ആണ്. 4 ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 50-ലാണ്, 1950-ലാണ് എന്നുള്ളതാണ് തെറ്റായിട്ട് കൊടുത്തേക്കുന്നത്. 22ാമത്തെ ചോദ്യം ബി ഓപ്ഷൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഈ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു, അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. 23 ഓപ്ഷൻ എ ഗംഗാധരക്കുറുപ്പ് എന്നുള്ളതാണ് ഉത്തരം. 24ാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഹൈക്കോടതിയെക്കുറിച്ച് ഒരു ചോദ്യം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 24 എ ഓപ്ഷനാണ്. 2ഉം 3ഉം ശരി എന്നുള്ളതാണ് ഉത്തരം. 2ഉം 3ഉം ശരിയല്ല, തെറ്റെന്നുള്ള ഓപ്ഷനാണ് ശരി. അതായത് 56 നവംബർ 1 ഹൈക്കോടതി വന്നു, ശരിയാണ്. പിന്നെ 2ഉം 3ഉമാണ് ഇവിടെ തെറ്റ് വന്നേക്കുന്നത്. അതായത് 73 കേരള ഹൈക്കോടതി ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റി എന്നുള്ളത് തെറ്റാണ്. ഹൈക്കോടതിയുടെ വിരമിക്കൽ പ്രായം 63 വയസ്സോ 6 വർഷമോ എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, 24 ഉത്തരം ഓപ്ഷൻ എ. 25 ഡോക്ടർ എം കുഞ്ഞിരാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കുക, അതിൽ ശരിയായ പ്രസ്താവന എഴുതുക. 25 സി ഓപ്ഷനാണ് ശരി ഉത്തരം. അതായത് 1, 3, 4 അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര്. പാലക്കാട് ജില്ലയിലെ വാടാനാം കുറിച്ചിയിൽ അദ്ദേഹം ജനിച്ചു എന്നുള്ളത് തെറ്റായ ഓപ്ഷനാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കോണമി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 2023 ഡിസംബർ 3 അദ്ദേഹം മരണമടഞ്ഞു. ഒരു ഫയർഫോഴ്സ് ഡ്രൈവർ പരീക്ഷയ്ക്കൊക്കെ ഇത്രയും ടൈറ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ട് ഓഫ് വളരെയധികം താഴും എന്നൊരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. വൈഡൽ ടെസ്റ്റ് അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. വൈഡൽ ടെസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യം സി ഓപ്ഷൻ ടൈഫോയിഡിൻ്റെ ടെസ്റ്റാണത്. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? 27 ഉത്തരം സി ഓപ്ഷനാണ്. ഇതിൽ പ്രോട്ടീൻ ഇല്ല എന്നുള്ളതാണ് തെറ്റായ ഓപ്ഷൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? എ ഓപ്ഷനാണ്. ഇൻസുലിനാണ്. ഇൻസുലിൻ. ഇനി അടുത്ത നമുക്കറിയാം ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കാഗോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസുലിന് നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നതാണ് ഈ ഗ്ലൂക്കാഗോൺ. അടുത്ത 29 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റൊക്കുവാനും ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് എന്നാണ് ചോദ്യം. 29ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. മൈക്രോ RNA ആണ്. മൈക്രോ RNA. താഴെ കൊടുത്തിരിക്കുന്നതിൽ അടിസ്ഥാന അളവ് ഏതാണ്? അടിസ്ഥാന അളവാണ് ചോദിച്ചിരിക്കുന്നത്. 30ാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് ഉത്തരം. സമയം എന്നുള്ളതാണ് അടിസ്ഥാന അളവിൽ വരുന്നത്. MLT മാസ്, ലെങ്ത് നീളം, T ടൈം. അതിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന യൂണിറ്റുകളാണ് ബാക്കിയുള്ള കൊടുത്തിരിക്കുന്ന യൂണിറ്റുകളെല്ലാം. ഒരു 31ാമത്തെ ചോദ്യം ഒരു വസ്തു അതിൻ്റെ തുലനാവസ്ഥയിൽ ആകെ ബലം എത്രയാണ്? 0 ആയിരിക്കും കേട്ടോ, 0 ആയിരിക്കും. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? ബി ഓപ്ഷനാണ്. ഒഡീസിയസ് ആണ്. ഒഡീസിയസ്. 33ാമത്തെ ചോദ്യം കാർബണിൻ്റെ രൂപാന്തരത്വം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബണിൻ്റെ രൂപാന്തരത്വം എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അക്വറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? കെമിസ്ട്രിയിൽ ഇത് മാത്രം വരും എന്ന് പറഞ്ഞൊരു പ്രതീക്ഷ ചെയ്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വന്നതാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും ഇതൊരു PYQ കൂടിയാണ് അക്വറീജിയ. 5ാമത്തെ ചോദ്യം 35 ന്യൂട്രൽ ലൈനിയുടെ pH മൂല്യം എത്ര? pH മൂല്യം എന്ന് പറഞ്ഞ് മാത്രം ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഡി ഓപ്ഷനാണ്. 7 ആണ്. 7. കർണശബദം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ആട്ടക്കഥകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. സി ഓപ്ഷനാണ്. മാലി. അടുത്തത് 37ാമത്തെ ചോദ്യം പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. വൈലോപ്പള്ളിയുടെ ഏത് കൃതികളിലെ വരികളാണിത്? എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല, മലയാളമൊക്കെ അറിയാവുന്നവർക്ക് കിട്ടുള്ളൂ. 7 ബി ആണ്. കുടിയൊഴിക്കലാണ്.
കുടിയൊഴിപ്പിക്കുമ്പോൾ അത്രയും വിഷമത്തോടെ നെഞ്ചു കീറി നേരിനെ കാട്ടാം ഞാൻ എന്നുള്ള ഒരു കൃതി വെച്ച് കണക്ട് ചെയ്യുക. ഇന്ത്യക്ക് 24 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് നേടിയ മെഡലുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. 38. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 6. നിലവിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 39. ഓപ്ഷൻ ബി ആണ്. BR ഗവായി. കറണ്ട് അഫയർ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയതായിരുന്നു ക്ലാസ്സുകളിൽ. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏത്? 40ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ ആകെ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ ഒരാൾക്ക് 48% വോട്ട് ലഭിച്ചെങ്കിലും കണക്കുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ ഒന്ന് ഓടിച്ച് പോയി പറയാം, വായിച്ച് സമയം കളയുന്നില്ല. കണക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ അത് ചെയ്യാം. ഒന്നാമത്തത് സി ഓപ്ഷൻ. 2 10%. 3 എ ഓപ്ഷൻ 120. 4ാമത്തത് 44 ഡി ആണ്. 5ാമത്തത് ഡി ആണ്. 5ാമത്തെ ഡി ഓപ്ഷനാണ്. 100 ഡിഗ്രിയാണ്. 6ാമത്തത് ബി ഓപ്ഷനാണ്. ബി 10. 7ാമത്തത് എ ഓപ്ഷനാണ്. 2:45. 48ാമത്തെ ചോദ്യം സി ഓപ്ഷനാണ്. സി ഓപ്ഷൻ ഞായറാഴ്ച. 49 ഉത്തരം ബി ആണ്. 150. 50 ഉത്തരം സി ആണ്. PRWJ. 51ാമത്തെ ചോദ്യം ഇതോട്ട് ശ്രദ്ധിച്ച് എഴുതേണ്ട ചോദ്യങ്ങളാണ്. സി ഓപ്ഷനാണ് ഉത്തരം വന്നേക്കുന്നത്. അതായത് 540 കലോറി പെർ കെൽവിൻ കലോറി ബൈ കിലോഗ്രാം. 52 ബ്ലീവ് എന്നതിൻ്റെ പൂർണ്ണരൂപം. സ്പെഷ്യൽ ടോപ്പിക്കാണ്. ബി ഓപ്ഷനാണ്. 53 എ ഓപ്ഷനാണ്. ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്. 54 സെക്കൻഡ് ഓപ്ഷൻ ബി. 2 മാത്രം എന്നുള്ളതാണ്. കർപ്പൂരം മാത്രം. 55 ഡി ലാസ്റ്റ് ഓപ്ഷൻ ഡി പെട്രോള്. ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിൻ്റുള്ള വസ്തു. LEL എന്നതിൻ്റെ പൂർണ്ണരൂപം. 56 ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റാണ്. 57 ഓം നിയമം V = IR ആണ്. V = IR അതാണ് ശരി ഉത്തരം. എ ഓപ്ഷൻ. 58 ഡി ഓപ്ഷനാണ്. അതായത് 1, 2, 3, 4. 1, 2, 4. 59 സി ഓപ്ഷനാണ്. കാർബൺ മോണോക്സൈഡ്. 60ാമത്തത് ബി ആണ്. ഓൺലി 1 എന്നുള്ളതാണ്. 61 ഡി ഓപ്ഷനാണ്. 2, 4. 62 സി ഓപ്ഷൻ. 2, 3. 63 എ ഓപ്ഷൻ മീഥെയിൻ. 64 ബി ഓപ്ഷൻ കാർഡിയോ പൾമിനറി റെസ്പിറേഷൻ. CPRൻ്റെ ഫുൾ ഫോം. 65 ബി ആണ്. അഡ്രിനാലിനാണ്. 66 ഡി ഓപ്ഷനാണ്. 21%. 67 ലാസ്റ്റ് ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്. ടൈഡലോളിയം. 68 സി ഓപ്ഷനാണ്. വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. 69 ഡി ആണ്. ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ്. സെക്ഷൻ 67 ബി. ഇതൊക്കെ ഇനി വീണ്ടും ചോദിക്കാം. 70 ബി ഓപ്ഷനാണ്. 72 സെക്ഷൻ വീണ്ടും ചോദിക്കാം. അപ്പോൾ 67 ബിയും 72 പഠിച്ചുകൊള്ളുക. 72ഒക്കെ വരുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞതാണ്. 71 തൊട്ട് ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ കാത്തിരുന്ന മറ്റ് പ്രസൻറ്റ് ഡ്രൈവർ, അതുപോലെ LDV വിത്ത് OA കമ്പനി ബോട്ട് ഡ്രൈവറൊക്കെ എഴുതാൻ ഇരിക്കുന്നവർക്ക് ഒരു ക്രാഷായിട്ടൊരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അതിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ APU വരെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. 1 തൊട്ട് 25 വരെ 25 ദിവസത്തെ ഒരു ക്രാഷ് ക്ലാസ് നമ്മുടെ ഡ്രൈവറിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 1 തൊട്ട്. അത് ജോയിൻ ചെയ്യാൻ താഴത്തെ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതിയാവും. താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് നമ്പർ. അഡ്മിൻ്റെ നമ്പറാണ്. ഇതിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, ശരി, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 71 ചോദ്യം. ഒരു ഗുഡ്സ് ക്യാരേജിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 1200 കിലോഗ്രാമിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ഹെവി പാസഞ്ചർ വെഹിക്കിൾ എന്നാണോ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നാണോ ഏതാണോ വരുന്നത്? ഉത്തരം ഡി ആണ്. ഹെവി ഗുഡ്സ് വെഹിക്കിളാണ്. 71 രണ്ടാമത്തെ ചോദ്യം. യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞ 4 വീലുള്ളതുമായ വാഹനങ്ങൾ ഏത് തരത്തിൽ പെടും? 72 ഓപ്ഷൻ എ ആണ്. M ടൈപ്പാണ്. M ടൈപ്പ്.
ഇതിനെക്കുറിച്ച് PDF ക്ലാസ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ ക്ലാസ്സസ് ഉണ്ട്. PSC 2025 ഡ്രൈവർ എന്ന് പറഞ്ഞ 2 പ്ലേലിസ്റ്റുകളുണ്ട്. അതിൽ പരിപൂർണമായ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, പഠിക്കാം. PYQ റെഫർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മറ്റേ നമ്പറിൽ മെസ്സേജ് അയക്കാം. ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. 73ാമത്തെ ചോദ്യം, ഹസാർഡ് ഗുഡ് കൊണ്ടുപോകുന്നതിന് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി സ്ഥിരം ചോദ്യം തന്നെയാണ് 3, അല്ലേ? താഴെ പറയുന്നവയിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ലൈസൻസിങ് അതോറിറ്റിക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ പറ്റും? 74ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 3 കാര്യങ്ങളും പറ്റും. 75 കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗ് ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണ്? 75 സി ഓപ്ഷനാണ്. വാഹനം നിർത്തി ഇത്രയും വലിയൊരു ഓപ്ഷൻ തരുമ്പം അത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സി ആണ്. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾസിൽ ഉൾപ്പെടുന്നത്? ഈ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മളിട്ട ആ ക്ലാസ്സിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നു, അതൊരു വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഗുഡ്സ് ക്യാരേജ് വരത്തില്ല. അപ്പോൾ ബാക്കി 1, 2 ഉത്തരം വന്നേക്കുന്നത്. 76A ആണ് ഉത്തരം. ഇനി 77ാമത്തെ ചോദ്യം, 8 വർഷം വരെ പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിൻ്റെ കാലാവധി എത്രയാണ്? ഇതൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആയിരുന്നു, ഒരുപാട് പേർക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, 2 വർഷമാണ്. 78 റോഡിൻ്റെ മധ്യഭാഗം തുടർച്ചയായ മഞ്ഞ വര വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മഞ്ഞ വരയിൽ കയറുവാനോ കടന്നു പോകാനോ പാടില്ല. 79 നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ ആംബർ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തു എങ്കിൽ നിങ്ങൾ എങ്ങനെ കടന്നു പോകണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബി ഉത്തരമാണ്, ബി ഓപ്ഷൻ. നിങ്ങൾ നോക്കുക, വലിയ ഓപ്ഷനാണ്. വാഹനം വേഗത കുറച്ച് ട്രാഫിക് ഇൻ്റർസെക്ഷൻ്റെ കാൽനടയായിക്കാരക്കോ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് വഴി കൊടുത്ത് ശ്രദ്ധയോടുകൂടി കടന്നു പോവുക. മോട്ടോർ വാഹനത്തിലെ വകുപ്പ് 112 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? 80ാമത്തെ ചോദ്യം വേഗതയെക്കുറിച്ചാണ്. നമ്മൾ ആ വേഗതയെക്കുറിച്ചുള്ള ആ ലിസ്റ്റ് തന്നെ ഇടുന്നത് ഏതാണ്? അതിലാണ്. അത് പ്രകാരമുള്ള വേഗതയാണ് നമ്മൾ പഠിക്കേണ്ടത്. താഴെ പറയുന്നവയിൽ IC എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? 81 IC എഞ്ചിൻ അല്ലാത്ത ഓപ്ഷൻ സി ആണ്. സ്റ്റീം എഞ്ചിൻ IC എഞ്ചിൻ അല്ല, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ല അത്. ഓക്കെ, എക്സ്റ്റേണൽ കമ്പൻസിൻ എഞ്ചിനാണ്, അതിനെ EC എഞ്ചിൻ എന്ന് പറയും. 82 നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരുക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സി ഓപ്ഷൻ. 24 മണിക്കൂറിനകത്ത് എന്താണ് വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, വൈദ്യസഹായം ഏർപ്പെടുത്തണം. 24 മണിക്കൂറിനകത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ മതി. ആദ്യം അടിയന്തര വൈദ്യസഹായമാണ് അത്യാവശ്യം. ഫസ്റ്റ് എയ്ഡ് വൈദ്യസഹായം പോലീസ് സ്റ്റേഷൻ 24 മണിക്കൂർ, അതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. 83ാമത്തെ ചോദ്യം, ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സി ഓപ്ഷൻ. താങ്കൾ ഒരു വാഹനം ഓടിക്കുന്നതിൽ പുറകിൽ നിന്ന് ഒരു ആംബുലൻസ് കടന്നു വന്നാൽ എന്ത് ചെയ്യണം? 83 സി ഓപ്ഷൻ. വാഹനം ഇടത് സൈഡിലേക്ക് മാറ്റി ആംബുലൻസിന് വഴി ഒരുക്കണം. അപ്പോൾ ചിലപ്പോൾ വലത് സൈഡിലോട്ട് മാറ്റാനെന്ന് പറഞ്ഞ ഓപ്ഷൻ തരും, അത് തെറ്റിപ്പോവല്ലേ. ഒരു വാഹനത്തിൽ ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത്? 84 വാഹനം അതുവരെ ഓടിയ മൊത്തം കിലോമീറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യൂലേ നമ്മൾ. 5 സി ആണ് ഉത്തരം. ഇത് നമ്മളെപ്പോഴും പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ. MSM എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? MSM ബാർ PSLR BSL. ഓക്കെ, മിറർ സിഗ്നൽ ആൻഡ് മാനുവർ എന്ന് പറഞ്ഞാൽ വ്യക്തമായ നടപടിക്രമം എന്നർത്ഥമാക്കുന്നു. 86 മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ അതിനെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? സി ഓപ്ഷൻ 177. 177. ഇനി 87ാമത്തെ ചോദ്യം, 129 പറയുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 87 ഹെൽമറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കണം എന്നുള്ള കാര്യം. പിന്നെ പൊതുസ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന നിയമപാലകൻ നിർദ്ദേശങ്ങൾ ബോധപൂർവം അനുസരിക്കാതെയുള്ള ഡ്രൈവർക്കെതിരെയുള്ള മോട്ടോർ വാഹനത്തിലെ വകുപ്പ് ഏതാണ്? 88 സി ഓപ്ഷനാണ്. 179 മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 89ാമത്തെ ചോദ്യം ബി ഓപ്ഷനാണ്, ശബ്ദ വായു മലിനീകരണം. 112 വേഗത പരിധി പ്രകാരം ഓട്ടോയ്ക്ക് നിങ്ങൾ എവിടെ എടുത്താലും ഒരൊറ്റ വേഗതയുള്ളൂ കേട്ടോ, അതങ്ങ് പഠിച്ചോണേ. ബി ആണ് 50. ഏത് റോഡ് എടുത്താലും 50 തന്നെ പരമാവധി വേഗത. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമാരിറ്റൻ എല്ലാം പാസ്സാക്കിയത് ഏത് വർഷമാണ്?
91. ബി ഓപ്ഷൻ 2016. ഇപ്പോൾ വേൾഡ് ഡേ ഓഫ് റിമെമ്പറൻസ് ഫോർ ട്രാഫിക് വിക്ടിംസ് ആചരിക്കുന്നത് എന്നാണ്? ഈ ചോദ്യമൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നല്ലോ എല്ലാവർക്കും, വെറൈറ്റി ചോദ്യങ്ങളായിരുന്നു. സി ഓപ്ഷൻ എല്ലാ നവംബർ മാസത്തിൽ 3-ാമത്തെ ഞായറാഴ്ച. 93-ാമത്തെ ചോദ്യം, ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകന് ശരിയായ രേഖകളില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരമുള്ളത്? ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ഡി ഓപ്ഷൻ 207. പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴത്തുക എത്രയാണ്? പ്രൊഫഷണൽ ആൻസർക്ക് ഈ പ്രകാരം ബി ഓപ്ഷനാണ്, 5000 രൂപ. 94, 5000 രൂപ. 95-ാമത്തെ ചോദ്യം, ഇതൊരു ഡൗട്ടുള്ള കാര്യമായിരുന്നു. ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി തെളിഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുക എത്രയാണ്? 3000 രൂപയാണ് വന്നേക്കുന്നത്. 96. ഒരു കയറ്റം കയറി കഴിഞ്ഞ ശേഷം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിൽ ഓടിക്കണം? ഇത് ഒരുപാട് പേര് തർക്കിച്ച ക്വസ്റ്റ്യനാണ്. കയറ്റം കയറിയ അതേ ഗിയർ ഇത് തന്നെയാണ് അന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു വാഹനത്തിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് ഏതുതരം ഹോണാണ്? സി ഓപ്ഷനാണ്, ഇലക്ട്രിക് ഹോണാണ്. നമ്മൾ അതിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്, റോളിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ഹോൺ എന്ന സെക്ഷനിൽ എടുത്ത് പറയുന്നുണ്ട്. ആംഡ് വാഹനങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് ഏതുതരം വാഹനങ്ങളാണ്? 98 എന്ന് പറഞ്ഞാൽ ആംഡ് എന്ന് ഒരു പേരിൽ തന്നെ കിട്ടും. ആമേഡ് വാഹനങ്ങളെന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ കിട്ടും. സൈനിക ആവശ്യങ്ങൾ, മിലിറ്ററി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. അപകടകരമായ ഗുഡ്സ് വാഹനങ്ങൾ നിർബന്ധമായി എന്താണ് അതിൽ ഉണ്ടായിരിക്കേണ്ടതെന്നൊരു കാര്യമുണ്ട്, നമുക്ക് പഠിക്കേണ്ടത്. സ്പാർക്ക് അറസ്റ്ററാണ്. ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സൈനിക വാഹനങ്ങൾക്ക് മാത്രം മറ്റു വാഹനങ്ങളിൽ നിന്ന് നിരോധിച്ചിട്ടായിട്ടുള്ള നിറം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒലീവ് ഗ്രീനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 100 ചോദ്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രൈവർ പാർട്ട് അത്യാവശ്യം സിലബസ് കവർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ല മാർക്കൊക്കെ വാങ്ങാൻ പറ്റും. ബാക്കി പാർട്ടെല്ലാം വളരെ ടഫായിരുന്നു. ഈ കണക്കിൽ നല്ല പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അതിന് നല്ല മാർക്ക് സ്കോർ ചെയ്തേക്കാം. അങ്ങനെ നോക്കുമ്പോഴും ഒരു 45 മാർക്ക്, ബാക്കിയുള്ള GK ക്വസ്റ്റ്യനൊക്കെ തെറ്റിക്കാതെ ഉള്ള ഉദ്യോഗാർത്ഥിക്ക് ഒരു 55 മാർക്ക്. പരീക്ഷയ്ക്ക് 50-നും 55-നും ഇടയിലൊക്കെ ഒരു കട്ട് ഓഫ് ആയിരിക്കും സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. 50-ന് പുറത്തോട്ടൊക്കെ ഉള്ളവർ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം എന്നൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും ഇത്. പക്ഷേ 50-നും 55-നും ഇടയിൽ അതിലപ്പുറം 50-ന് താഴെ പോകാൻ സാധ്യത കുറവായിരിക്കും, കാരണം ചെറിയ ലിസ്റ്റ് ആയിരിക്കും ഇടുന്നത് എന്നൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. പഴയ പോലെ വലിയ ലിസ്റ്റ് ഇട്ട് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വരികയും അവർക്ക് ജോലി കിട്ടാതാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് PSC ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിക്രമമാണത്. എങ്കിലും 55+ ഉള്ളവർ സാധ്യത ഏകദേശം ഉറപ്പിക്കാം എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. താങ്ക് യു.